നമസ്കാരം. KKTM ന്യൂസിലേക്ക് സ്വാഗതം. 2025-26 അധ്യയന വർഷത്തിലെ DRC തല പ്രവേശനോത്സവം കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ വെച്ച് നടന്നു. സ്കൂളിലെ ബാൻഡ് ടീം അതിഥികളെ സ്വീകരിച്ചു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. സാഹിത്യത്തിൽ എത്തണമെങ്കിൽ നല്ല നിലയിലുള്ള ഔചിത്യബോധമുണ്ടാവണം, വിവേകം നല്ലതുപോലെ വളർത്തിയെടുക്കാനാവണം. രംഗപൂജയിലൂടെ തുടക്കം കുറിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷ സ്ഥാനം വഹിച്ചു. എല്ലാ തരത്തിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്കൂളിലേക്കാണ് നിങ്ങൾ പുതുതായി നിങ്ങളുടെ മക്കളെ എത്തിച്ചിരിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ രക്ഷിതാക്കളും നമ്മുടെ അധ്യാപകരും നിങ്ങളുടെ മക്കളെ ഉയർന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ ഉന്നത മാർക്കോടുകൂടി തന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നതിന് അല്ലെങ്കിൽ എത്തിക്കുന്നതിന് ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഡോക്ടർ സുലേഖ പ്രവേശനോത്സവ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിത സാഹചര്യങ്ങളിലെ കഠിനമായ വഴികളെപ്പറ്റി സ്വന്തം ജീവിതത്തെ മുൻനിർത്തി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ കുട്ടികളെ പ്രചോദിപ്പിച്ചു. പിതാവ് മരണപ്പെടുന്നത് ആ സമയത്ത് എന്റെ വീടെന്ന് പറയുന്നത് കടലോരത്ത്, ഇപ്പൊ കടലെടുക്കും എന്ന രീതിയിലൊരു വീട്ടിലാണ് ആ സമയത്ത് ഞാൻ വളരുന്നത്. വളരെ ആവറേജ് ആയി മലയാളം മീഡിയത്തില് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിലാണ്, മലയാളം മീഡിയത്തിലാണ് ഞാൻ എന്റെ 8, 9, 10 വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ വളരെ ആവറേജ് ആയിരുന്ന കുട്ടി എന്ന നിലയില് പിന്നീട് എനിക്ക് മുന്നോട്ട് വരണമെങ്കിൽ, എനിക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം മാത്രമായിരുന്നു എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അത് ഞാൻ 10 മുതൽ പഠിച്ചു തുടങ്ങി. 10ാം ക്ലാസ്സിൽ എന്റെ ഹാർഡ് വർക്കിന്റെയും എന്റെ ആ സ്കൂളിലെ അധ്യാപകന്മാരുടെയും പിന്തുണ കൊണ്ട് തന്നെ എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടാൻ കഴിഞ്ഞു. 8ാം ക്ലാസ്സിൽ പല സബ്ജക്റ്റിലും ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും തോറ്റൊരു കുട്ടിയാണ് 10ാം ക്ലാസ്സിൽ വന്നപ്പോ എല്ലാ വിഷയത്തിലും 10 വിഷയത്തിലും ആ സ്കൂളിൽ നിന്ന് ഫുൾ A+ വാങ്ങി. അവിടെ നിന്ന് പിന്നീട് ഞാൻ പഠിച്ചത് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ്. അവിടെ ചെന്നിട്ട് ഒരു മലയാളം മീഡിയം കുട്ടി പെട്ടെന്ന് ഒരു സമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു. 10 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച് എല്ലാ വാക്കുകളും സയൻസ് ആയിട്ടുള്ള എല്ലാ വാക്കുകളും മലയാളത്തിൽ പഠിച്ചിരുന്ന എനിക്ക് +1 എത്തുമ്പോ മൊത്തത്തില് അത് ഇംഗ്ലീഷിലേക്ക് മാറുന്നത് തീർച്ചയായും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പ്രധാന അധ്യാപിക ഷൈനി ആൻഡോ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ AEO P മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായി. വിദ്യാലയത്തിലെ മികച്ച നേട്ടം കൈവരിച്ച കുട്ടികളെക്കുറിച്ചും തനത് പ്രവർത്തനമായ കണ്ണാടി ദിനപത്രം, കുട്ടികളുടെ മീഡിയ എന്നിവയെക്കുറിച്ചും AEO പ്രസംഗത്തിൽ പ്രതിപാദിച്ചു. കലോത്സവ വേളയിലൊക്കെ വളരെ മത്സര സ്വഭാവത്തോടു കൂടി തന്നെ പങ്കെടുക്കുന്ന കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിന് കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടി അവരെ പ്രാപ്തരാക്കുന്ന അധ്യാപകരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയില് നിങ്ങളുടെ ഒരു ചാനലുണ്ട്, കണ്ണാടിയുടെ റിപ്പോർട്ടർ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, അരുൺ മാഷിന്റെ വീഡിയോസ് ലൈവായിട്ട് ചിലപ്പോൾ കാണുന്നുണ്ട്. ഇവിടെ നടക്കുന്ന മുന്നൊരുക്കം ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചു ദിവസം മുമ്പ് അമ്മമാരുടെ
ഈ സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായം. അവരുടെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് ഇവിടുന്ന് കിട്ടേണ്ട എല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി അഭിമാനത്തോടു കൂടി പറയുന്ന അമ്മമാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുപരി ഈ തിരക്കേറിയ ഈ ഹൈവേയുടെ സീബ്ര ക്രോസിംഗ്, അവിടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരാൻ സഹായിക്കുന്ന ചില അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ മികവായിട്ട് ഞാൻ കാണുന്നത്. ആ മികവിന്റെ ഇടമായി മാറിയ ഈ വിദ്യാലയത്തെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ കുട്ടികൾക്കായുള്ള പാഠപുസ്തക വിതരണം നിർവഹിച്ചു. BPC മോഹൻരാജ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ജോഷി, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, സീനിയർ അസിസ്റ്റന്റ് M സീന എന്നിവർ സംസാരിച്ചു.